തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും പദ്ധതികൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുകയാണ്. അതൊരു തുടർഭരണത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. തെരഞ്ഞെടുപ്പിന് വാഗ്ദാനങ്ങൾ നൽകുകയല്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത് നടപ്പിലാക്കിയെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. 30 കൊല്ലം അപ്പുറത്തുള്ള വികസനം വന്നിട്ടുണ്ട്. അത്ര ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട്. LDF അല്ല ഭരണത്തിലെങ്കിൽ സർക്കാർ ആശുപത്രി പൂട്ടേണ്ടി വരും. LDF അല്ല ഭരണത്തിലെങ്കിൽ സർക്കാർ സ്കൂൾ ഇതുപോലെ ഹൈടെക് ക്ലാസ് മുറികളുള്ളതായി മാറില്ല എന്നൊക്കെ ജനം മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ പൗരത്വ നിയമം അത് ഭരണഘടനാ വിരുദ്ധമാണ്, ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. പൗരത്വ രജിസ്റ്റർ കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് വിജ്ഞാപനം ഇറക്കി. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലുണ്ടെങ്കിൽ ഒരു വിജ്ഞാപനം ഇറക്കി. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകൾ നിശ്ചയിക്കേണ്ടത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്, അല്ലാതെ CPIM അല്ല. താങ്കൾക്കെതിരെ വലിയ രീതിയിലൊരു വ്യക്തി അധിക്ഷേപം കാണാറുണ്ട്. നമ്മൾ പലപ്പോഴും മരുമോൻ എന്നൊക്കെ വിളിച്ചിട്ട് പരിഹസിക്കുന്നത് കേൾക്കാറുണ്ട്. താങ്കളുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെയൊക്കെ റദ്ദ് ചെയ്യുന്ന രീതിയിൽ അത്തരം പരാമർശങ്ങളൊക്കെ നടത്തിയും കാണാറുണ്ട്. ഇത്തരം ആക്രമണങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ നേരിടാറ്? രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഗുസ്തി മത്സരമല്ല, അതൊരു ആശയപരമായ ഒരു പോരാട്ടമാണ്. ഏതെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഇത്തവണ ഞങ്ങൾ കൂടുതൽ സീറ്റ് നേടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെല്ലാ കാലത്തും ഉണ്ട്, അതുപോലെ ഇക്കാലത്തും പറയുന്നു. പക്ഷേ കേരളത്തിൽ പൊതുവെ BJPയോ അല്ലെ മറ്റു മതവർഗീയ പ്രസ്ഥാനങ്ങളോ മുന്നോട്ട് വലിയ നിലയിൽ കുതിക്കുന്ന സ്ഥിതി ഉണ്ടാവില്ല. കേരളം മതനിരപേക്ഷമായി ചിന്തിക്കുന്ന നാടാണ്. നമസ്കാരം. റിപ്പോർട്ട് ഇലക്ഷൻ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം സർ. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു പ്രചാരണ ചൂടിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. ഭരണ തുടർച്ച അതാണ് ഇടത് പറയുന്നത്. എങ്ങനെയാണ് മുന്നൊരുക്കങ്ങൾ? എന്താണ് ആത്മവിശ്വാസം? അല്ല, ഞാനിപ്പോൾ വരുന്നത് പെരുമ്പളം പാലം ഉദ്ഘാടന പരിപാടിയിൽ നിന്നാണ്. അവിടെ നേരിട്ട് വരിക. ഒരു നാടാകെ സർക്കാരിനോടൊപ്പം ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് നിന്നിട്ടുള്ളത്. അത് ഇന്നത്തെ സ്ഥിതിയാണെങ്കിൽ ഇന്നലെ തുരങ്കപാത ബ്ലാസ്റ്റിംഗ് ആയിരുന്നു. അതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് പുതിയ പാലം എന്നറിയപ്പെടുന്ന കോഴിക്കോട്ടെ പുതിയ പാലത്തൊരു ഇടുങ്ങിയ പാലം മാറ്റി യഥാർത്ഥത്തിലൊരു പുതിയ വലിയ പാലം വന്ന ആഘോഷത്തിലായിരുന്നു. അതിന് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിൽ പാറശാല നിയോജക മണ്ഡലത്തിൽ 11 ഉന്നതികളിലുള്ളവർ ലോകം കാണാൻ പറ്റുന്നില്ലൊരു പാലം, അമ്പൂരിപ്പാലം വന്നതിൻ്റെ വലിയ ഗംഭീര ആഘോഷത്തിലായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും പദ്ധതികൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുകയാണ്. അതൊരു തുടർഭരണത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. തെരഞ്ഞെടുപ്പിന് വാഗ്ദാനങ്ങൾ നൽകുകയല്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത് നടപ്പിലാക്കിയെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ജനങ്ങൾക്ക്. അത് ജനങ്ങൾ വലിയ നിലയിലാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ദേശീയപാത 66 450-ലധികം കിലോമീറ്റർ പൂർത്തീകരിച്ചു. ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യം. ഇതൊക്കെ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ പദ്ധതികളാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഇനിയും LDFൻ്റെ സർക്കാർ വരുന്നതിന് കാരണമായി മാറും. ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. വിവാദങ്ങൾക്കപ്പുറം വികസനത്തിന് വോട്ട് ചെയ്യുമെന്നാണ് അല്ലേ? അല്ല, വിവാദങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജനങ്ങളെപ്പോഴും സ്റ്റേറ്റ് ഇലക്ഷൻ ആകുമ്പോൾ, നിയമസഭാ ഇലക്ഷൻ ആകുമ്പോൾ LDF ആണ് സേഫ്, എല്ലാം കൊണ്ടുവന്ന് കരുതുന്നവരാണ്. ഇപ്പോൾ ഒന്നും ഇവിടെ ഒരു വർഗീയ കലാപമില്ല. ഇനി ശ്രദ്ധിച്ചിട്ടാണല്ലോ മറ്റ് സ്റ്റേറ്റിലൊക്കെ ഉള്ളതുപോലെ ഇവിടെ അങ്ങനെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ്റെ ഭാഗമായി ഒരു കലാപത്തിലേക്ക് പോകാതിരിക്കാൻ മെറിറ്റ് പ്രകാരം പോലീസ് ഇടപെടുന്നു. വിഷയങ്ങൾ വരുമ്പോൾ അപ്പോൾ മെറിറ്റ് പ്രകാരം കക്ഷി ചേരാതെ പോലീസ് ഇടപെടുന്നു. ജനകീയ പോലീസ് നയമാണ് അതിൻ്റെ കാരണം. അപ്പോൾ LDF സർക്കാർ ഭരിച്ചാലേ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകൂ, കലാപങ്ങളില്ലാത്തൊരു നാടായി മാറുമെന്ന് പൊതുവേ കേരളം ചിന്തിക്കുന്നുണ്ട്. പിന്നെ വികസനം, പശ്ചാത്തല വികസനത്തിലൊക്കെ ഒരു മാജിക് അല്ലേ. ഒരു 30 കൊല്ലം അപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു 50 കൊല്ലം അപ്പുറത്തേക്കുള്ള പദ്ധതികളാണ് ഈ 10 കൊല്ലത്തിനിടയിൽ നടപ്പിലാക്കുന്നത്. കിഫ്ബിയിൽ വലിയ പങ്ക് വെച്ചു. 1 ലക്ഷം കോടി രൂപയുടെ ഫണ്ടിങ്ങാണ് വിവിധ മേഖലകളിൽ കിഫ്ബി വഴി ചെലവഴിച്ച്. അതിൽ പൊതുമരാമത്ത് വകുപ്പ് തന്നെ ഒരു 10-50,000 കോടി രൂപയുടെ വികസനം, 568 പദ്ധതി ഇപ്പോൾ കിഫ്ബി വഴി യാഥാർത്ഥ്യമാകുന്നു. ഇതൊക്കെ ഒരു 30 കൊല്ലം കഴിഞ്ഞാലേ കേരളത്തിൻ്റെ നിലവിലുള്ള സിറ്റുവേഷൻ വെച്ച് സാധ്യമാകും. നമുക്ക് റവന്യൂ കുറവാണ്, കേന്ദ്രമാണെങ്കിൽ വേണ്ടത്ര ഫണ്ട് തരുന്നില്ല. അപ്പോൾ 30 കൊല്ലം അപ്പുറത്തേക്കുള്ള പദ്ധതികൾക്കുള്ള ഫണ്ട് ഇപ്പോഴേ കണ്ടെത്തി അതിലൂടെ പദ്ധതികൾ കൊണ്ടുവരികയാണ്, നടപ്പിലാക്കുകയാണ്. പുതിയ പാലം, പുതിയ കെട്ടിടം, പുതിയ റോഡ്, ഇതൊക്കെ വലിയ ചേഞ്ചാണ്, ജനങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ അത് LDF അല്ല എങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് പൊതുവെ ജനങ്ങൾക്കറിയാം. LDF അല്ല ഭരണത്തിലെങ്കിൽ അമ്പൂരിപ്പാലം ഉണ്ടാവില്ല, LDF അല്ല ഭരണത്തിലെങ്കിൽ പുതിയ പാലം ഉണ്ടാവില്ല, LDF അല്ല ഭരണത്തിലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഈ പാലം
യാഥാർത്ഥ്യമാകില്ല. LDF അല്ല ഭരണത്തിലെങ്കിൽ സർക്കാർ ആശുപത്രി പൂട്ടേണ്ടി വരും. LDF അല്ല ഭരണത്തിലെങ്കിൽ സർക്കാർ സ്കൂൾ ഇതുപോലെ ഹൈടെക് ക്ലാസ് മുറികളുള്ളതായി മാറില്ല. LDF അല്ലെങ്കിൽ പെൻഷൻ മുടങ്ങും. LDF അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇല്ല, നല്ല റോഡില്ല എന്നൊക്കെ ജനം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത് പൊതുവേ ഇടതുപക്ഷത്തിൻ്റെ ഭരണം വീണ്ടും വരുന്നതിന് കാരണമാകും. അപ്പോഴാണ് നമ്മൾ PRD കഴിഞ്ഞ ദിവസം പത്രപരസ്യം നൽകിയത്. അത് വലിയ വിവാദമാകുന്നത്. കഴിഞ്ഞ സർക്കാർ ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ അന്നത്തെ ഒരു ഇരുണ്ട കാലം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഭരണ നേട്ടങ്ങൾ അത് കമ്പയർ ചെയ്തുകൊണ്ടുള്ള പരസ്യമായിരുന്നു. പക്ഷേ സാധാരണയായി പാർട്ടിയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. സർക്കാർ സംവിധാനത്തിൽ അങ്ങനെ ചെയ്യുന്നത് നിയമപരമായി ശരിയായിരുന്നു. അത്തരമൊരു വിമർശനം പ്രതിപക്ഷം തീർച്ചയായും ഉയർത്തുന്നുണ്ട്. നിയമ നടപടികളിലേക്ക് ഉൾപ്പെടെ അത് പോകുന്നു എന്നാണ് അറിയുന്നത്. അല്ല, പ്രതിപക്ഷത്തിലെ ചില നേതാക്കന്മാർക്ക് അതൊരു ഷോക്കായിരുന്നു. കാരണം കേരളത്തിൻ്റെ ഒരു 10-20 കൊല്ലത്തെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ ഇത്ര എഫക്റ്റീവായി വികസന പ്രവർത്തനം ജനങ്ങളിലെത്തിയൊരു പരസ്യം വേറെയില്ല. അത് കണ്ട പലരും ആദ്യം ഒന്ന് അന്താളിച്ച് നിന്നു, പിന്നെ അടുത്ത പേജ് നോക്കി. അപ്പം അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. നേരെ മറിച്ച് രണ്ടാമത്തെ പേജിലുള്ളത് ആദ്യത്തെ പേജിലായിരുന്നു വന്നിരുന്നെങ്കിൽ അത് വേണ്ടത്ര ശ്രദ്ധിക്കില്ലായിരുന്നു പലരും. എന്നാൽ ഇത് ആളുകളുടെ മനസ്സിലേക്ക് കയറി. ഇത്രയധികം വികസനം കേരളത്തിൽ നടന്നു എന്നുള്ളൊരു മെസ്സേജ് അതിലൂടെ പോയി. പഴയ കാലം ഓർമ്മിക്കപ്പെട്ടു. അപ്പോൾ ഇത് രണ്ടും കൂടി വന്നപ്പോൾ അത് പ്രതിപക്ഷത്തിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ്. പഴയ കേരളത്തിലേക്ക് പോകണോ അതോ 10 കൊല്ലത്തിന് ഇടയിലുണ്ടായ കേരളം മതിയോ എന്ന ചിന്ത ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടായ ഒരു പ്രതികരണമാണിത്. പവർ കട്ട് കേരളത്തിലില്ല, നേരത്തെ UDF ഭരിക്കുമുണ്ടായിരുന്നു, തുടങ്ങി ഓരോ കാര്യം എടുത്താൽ നമുക്കത് കാണാം. ഈ വികസനം എന്ന് പറയുന്നത് അപ്പോഴും ഒരു ഘട്ടം ഘട്ടമായുള്ള ഒരു തുടർ പ്രോസസ്സിംഗ് അല്ലേ? ഇപ്പം PRD എന്ന് പറയുന്ന ഒരു സർക്കാർ സംവിധാനമാണ്. അതിനെ ആ രീതിയിൽ ഇപ്പോൾ അടുത്ത UDF സർക്കാരിൻ്റെ കാലത്ത് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ അത്തരം ഒരു സംവിധാനത്തെ ഉപയോഗിക്കുന്നത് നിയമപരമായി ശരിയാണോ? അല്ല, PRD അതിൽ തെറ്റായൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, വസ്തുത മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. വസ്തുത പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. PRDയുടെ പണി എടുക്കുന്നു, അല്ലെങ്കിൽ കളവ് പറയണം. 10 കൊല്ലം മുമ്പുള്ള സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല എന്നല്ലല്ലോ UDF നേതാക്കന്മാരുടെ വാദം. അത് തെറ്റാണ്. 10 കൊല്ലം മുമ്പ് പവർ കട്ടില്ല, ലോഡ് ഷെഡിങ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ജനങ്ങൾ അനുഭവിച്ചാണ്. സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, കെട്ടിടമില്ല, ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല. അതും ജനങ്ങൾ അനുഭവിച്ചാണ്. സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുകയായിരുന്നു, അതും യാഥാർത്ഥ്യമാണ്. NH ഓഫീസും പൂട്ടിപ്പോയി, NH 66, ഇത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതൃത്വത്തിലുള്ളവർ പറഞ്ഞൊക്കെ കളവാന്നല്ല പറയുന്നത്, അന്നത്തെ വസ്തുത ഇന്ന് ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ അത് പൊതുവേ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് കൂടുതലായി വികസന നേട്ടങ്ങൾ മനസ്സിലാക്കാൻ പൊതുവേ സാധിച്ചു. നമ്മൾ നേരത്തെ വർഗീയ കലാപമില്ല എന്ന് താങ്കൾ ഊന്നി പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, കേരളത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷമുണ്ടോ? അത്തരത്തിൽ വർഗീയ ശക്തികൾ പിടിമുറുക്കിയ ഒരു സാഹചര്യമുണ്ടോ? ഇടതല്ല വലതല്ല ആര് ഭരിച്ചാൽ തന്നെയും അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ? നമ്മളുടെ ഇപ്പോൾ കേരള സ്റ്റോറി സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടതാണ്. ആ സിനിമയെ അപ്പാടെ തള്ളിക്കളയുകയാണ്, തിയേറ്ററുകളിൽ ആളില്ല കാണാൻ. അങ്ങനെ വർഗീയ ഇടപെടലുകളെ തള്ളിക്കളയുന്ന ഒരു സംസ്ഥാനമല്ലേ നമ്മുടേത്? നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ. ഇന്ത്യയിലാകെ മതവർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുമ്പോൾ കേരളം മാത്രം ഒരു തുരുത്തായിട്ട് നിൽക്കുന്നതിൽ ഇടതുപക്ഷം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മതനിരപേക്ഷ മനസ്സാണ് മലയാളിയുടേത്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കൊള്ളട്ടെ, മതസാഹോദര്യം നിലനിൽക്കണം. ഭരണഘടന മുന്നോട്ട് വെച്ച സെക്യുലറിസം, മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കേരളത്തിലേക്കും പല നിലയിലും കടന്നു വരാൻ സാധ്യതയുണ്ട്. അത് തടയാൻ പറ്റുന്നത് ഇടതുപക്ഷം ഉള്ളതുകൊണ്ടാണ്, ഇടതുപക്ഷം ശക്തമായി നിൽക്കുന്നതുകൊണ്ടാണ്, ഇടതുപക്ഷ ഭരണമുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ കർണാടക നിങ്ങളെടുത്ത് നോക്കൂ, BJPയോട് മടുപ്പ് വന്നതിൻ്റെ ഭാഗമായി മതനിരപേക്ഷ മനസ്സുകൾ കൂടി ഇടപെട്ടാണ് അവിടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ വന്നത്. തെലുങ്കാനയിലും നമുക്ക് നോക്കിയാൽ കാണാം, അവിടെ ബുൾഡോസർ ഉപയോഗിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തെ വീടൊക്കെ തകർക്കുന്ന സ്ഥിതിയാണുള്ളത്. കേരളം എന്നാൽ അങ്ങനൊരു സംഭവം എവിടെയും കണ്ടിട്ടില്ല. അവിടെ എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ച് അവർക്ക് സ്വസ്ഥവും സുഖകരമായി ജീവിക്കാനുള്ള അന്തരീക്ഷമാണ് സർക്കാർ ഒരുക്കുന്നത്. ഇപ്പോൾ പൗരത്വ നിയമം അത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. പൗരത്വ രജിസ്റ്റർ കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് വിജ്ഞാപനം ഇറക്കി. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലുണ്ട് അങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കിയത്? കർണാടകയിലുണ്ടോ? എന്തേ കോൺഗ്രസ് കർണാടകയിൽ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞൊരു വിജ്ഞാപനം ഇറക്കാൻ തയ്യാറാകാത്തത്? എന്തേ തെലുങ്കാന തയ്യാറാകാത്തത്? നേറ്റിവിറ്റി കാർഡ് യഥാർത്ഥത്തിൽ
എന്തൊരു ആത്മവിശ്വാസമാണ് പൗരന് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ പൗരത്വ നിയമമൊക്കെ വന്ന് കുറേ ആളുകൾ ഇവിടുന്ന് ഓടേണ്ടി വരുമെന്നുള്ള ഒരു പ്രചരണം നിൽക്കുമ്പോൾ നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരിക. അത് എന്തുകൊണ്ട് കോൺഗ്രസ്സിന് കർണാടകയിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല? അതെന്തുകൊണ്ട് തെലുങ്കാനയിലെ കോൺഗ്രസ് കൊണ്ടുവരുന്നില്ല? ഇനി ഇവിടെ UDF ആയിരുന്നു ഭരിച്ചെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നോ? അപ്പോൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശക്തമായി നിൽക്കുന്നത് ഈ ഇടതുപക്ഷമാണ്. ഇത് പൊതുവെ ആളുകൾക്കറിയാം. അതുകൊണ്ടാണ് വർഗീയ കലാപങ്ങൾ ഇല്ലാതാകുന്നത്. അതുകൊണ്ടാണ് കേരള സ്റ്റോറി പോലുള്ള വിഷം തുപ്പുന്ന സിനിമകൾക്ക് കേരളത്തിൽ സ്ഥാനമില്ലാത്തത്. ജനങ്ങൾ പൊതുവെ ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സമാധാനം, മതസാഹോദര്യം സംരക്ഷിക്കപ്പെടണമെന്ന് കരുതുന്നുണ്ട്. അതാണ് ഇടതുപക്ഷം നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. അപ്പോഴും വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ചിലരുടെ പരാമർശങ്ങൾ അത് വലിയ ചർച്ചയാകാറുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറത്തെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ അത് മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം തള്ളിക്കളയാൻ കഴിയുമോ? പ്രത്യേകിച്ച് അടുത്തിടെ വലിയ രീതിയിൽ പ്രതിപക്ഷം ഉയർത്തിയ ഒരു വിഷയം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി എന്നൊക്കെയുള്ളതാണ്. ഇത്തരം വർഗീയ പരാമർശങ്ങൾ കൂടി വരുമ്പോൾ അത് വലിയ രീതിയിലൊരു ഭിന്നതയിലേക്ക് വഴിവെക്കില്ലേ? രണ്ടിനെയും രണ്ടായി എടുക്കണം. കാറിൽ കയറ്റിയതൊരു വലിയ അപരാധമായിട്ട് രാഷ്ട്രീയ എതിരാളികൾ പോലും പറയുന്നില്ല. കാരണം ഒരു പ്രായമായ മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും കാറിൽ മുഖ്യമന്ത്രി അടുത്ത സ്ഥലത്തേക്ക് തൊട്ടടുത്തേക്കാണല്ലോ പോകുന്നത്. കാറിൽ കയറുന്നത് ഒരു വലിയ അങ്ങനെ ഒരുപാട് പേര് കയറിയിട്ടുണ്ട്. അത് കയറ്റുന്നത് തെറ്റാണെന്ന് പക്വമായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആരും പറയുന്നില്ല. ഒരു സംഘടനയും അങ്ങനെ പ്രധാനപ്പെട്ട സംഘടനകളൊന്നും അത് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ പ്രശ്നം വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകൾ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകൾ നിയന്ത്രിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനാണ്. നിശ്ചയിക്കേണ്ടത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്, അല്ലാതെ CPIM അല്ല. CPIMൻ്റെ അംഗമോ CPIMൻ്റെ നേതാവോ അല്ല ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് CPIM അല്ല. വെള്ളാപ്പള്ളി നടേശൻ ഇന്നത് പറയാൻ പാടില്ല എന്ന് ഫൈനൽ അതോറിറ്റിയായി നിലപാട് സ്വീകരിക്കേണ്ട പ്രസ്ഥാനം CPIM അല്ല. വെള്ളാപ്പള്ളി നടേശൻ മറ്റൊരു സംഘടനയുടെ നേതാവാണ്. അദ്ദേഹം എന്താണ് പറയേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സംഘടനയാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇന്നത് പറയുമ്പോൾ അത് CPIMനെ എങ്ങനെയാണ് കൂട്ടിക്കെട്ടി ബാധിക്കുക എന്നുള്ളൊരു സ്വാഭാവിക ചോദ്യമാണ്. എന്നാൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അത് മറ്റ് ആളുകളെ ബാധിക്കുന്നില്ലതിലേക്ക് ചർച്ച വരുന്നില്ലല്ലോ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഒരു കാലത്ത് ശക്തമായി ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എല്ലാ നിലയിലും എതിർത്തിട്ടുള്ള CPIM ആണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള സംസാരം നടത്തുന്ന ഘട്ടം വരികയാണെങ്കിൽ അപ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും പ്രതിരോധിക്കും. അതിലൊരു തർക്കമില്ല. അതാണ് വസ്തുത. അപ്പോൾ ഇത് വളരെ ബോധപൂർവം ചില തെറ്റായ പ്രചരണം നടത്താൻ വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഉപയോഗിച്ച ചില രീതികളാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ക്യാപ്സൂളാണ് എന്ന രീതിയിലുള്ളൊരു വ്യാഖ്യാനം വരികയുണ്ടായി. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുസ്ലിം വർഗീയതയെ പറഞ്ഞാൽ അത് മലപ്പുറത്തെ പറഞ്ഞാൽ അതൊക്കെ ഒരു വിഭാഗത്തെ ആകെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശമാണെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ക്യാപ്സൂളാണെന്ന രീതിയിൽ കൂടി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF സ്വീകരിക്കുകയാണ് ഇലക്ഷനിൽ. അത് അവരുടെ മതരാഷ്ട്രവാദത്തിൽ നിന്ന് മാറിയത് കൊണ്ടാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത്. അത് പക്ഷേ LDFിൽ നിന്ന് വലിയ രീതിയിൽ വിമർശനം വരുന്നു. സംസ്ഥാന സെക്രട്ടറി തന്നെ അതിനെ പരസ്യമായി തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തും നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കൂടി കാണുകയാണ്. അല്ല, ഒന്ന് കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങളെ നമ്മൾ സ്റ്റഡി ചെയ്താൽ പല സംഘടനകളുണ്ട്. എന്നാൽ മുസ്ലിം ജനവിഭാഗങ്ങളിലെ വലിയൊരു ശതമാനം ഈ ഒരു സംഘടനയിലുമില്ലാത്ത മനുഷ്യരാണ്. അവർ മതവിശ്വാസികളായി എല്ലാ നിലയിലും ജീവിക്കുന്നവർ, പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടെ ഭാഗമായി നിൽക്കുന്നവരല്ല. മുസ്ലിം ജനവിഭാഗത്തിലെ മഹാഭൂരിപക്ഷവും മതസാഹോദര്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. അത് ഹൈന്ദവ മതവിഭാഗത്തിലെ പോലെ തന്നെ ക്രൈസ്തവ മതവിഭാഗത്തിലെ പോലെ തന്നെ മുസ്ലിം ജനവിഭാഗങ്ങളും എല്ലാവരും സാഹോദര്യത്തോടു കൂടി നിലകൊള്ളണമെന്നുള്ള മതനിരപേക്ഷ മനസ്സുള്ളവരാണ്. അതിലൊരു തർക്കം ആർക്കും ഇല്ല. അല്ലാത്ത ചിന്താഗതി മൈനോറിറ്റിയായി ഏത് സ്ഥലങ്ങളിൽ നിന്ന് വന്നാലും അതിനെ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. കേരളത്തിൽ പൊതുവേ നമ്മൾ എടുത്തു നോക്കുക, എന്തുകൊണ്ട് കേരളത്തിൽ മതവർഗീയ പ്രസ്ഥാനങ്ങൾ XOR Y വളരാത്തത്? ജനങ്ങൾ മതനിരപേക്ഷ മനസ്സുള്ളവരാണ്. ഹൈന്ദവ, മുസ്ലിം, ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള മനുഷ്യരെ എടുത്തു പരിശോധിച്ചാൽ അവരൊക്കെ മതവർഗീയതയ്ക്കെതിരാണ്. അതാണ് പ്രത്യേകത. അതുകൊണ്ട് കേരളത്തിൽ ഒരിക്കലും മതവർഗീയത അത് ഏത് കോണിൽ നിന്ന് വന്നാലും അത് ചിലവാകാത്ത കാര്യമാണ്.
തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ബേപ്പൂർ താങ്കളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വ്യക്തിപരമായി തന്നെ വളരെ അടുപ്പമുള്ള ഒരു മണ്ഡലമാണ്. ഇപ്പോൾ പക്ഷേ PV അൻവറിനെ പോലുള്ള ഒരാളെയാണ് UDF കൊണ്ടുവരുന്നത്. ബേപ്പൂരിൽ ഇത്തവണ പോരാട്ടം കടുക്കുമെന്നാണ് വിലയിരുത്തലുകളായി പറയുന്നത്. പക്ഷേ മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിയെ, മന്ത്രി എന്നതിനപ്പുറം മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിയെ അടുത്തറിയുന്നവരാണ് ബേപ്പൂരുകാർ. അവർക്കിടയിൽ ഓരോ വീട്ടിലും ചിലപ്പോൾ ആളുകളെ പേര് ചൊല്ലി വിളിക്കാവുന്ന പരിചയം താങ്കൾക്കുണ്ടാകുമല്ലേ? ബേപ്പൂരിനെ കുറിച്ച് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? LDFിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല, UDFിൻ്റെയും സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. LDFിൻ്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും UDFിൻ്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും 2021 LDFിന് 82,000 വോട്ട് കിട്ടി. അതിനേക്കാൾ കൂടുതൽ വോട്ട് LDF നേടി മികച്ച വിജയം ഉണ്ടാകും. പിന്നെ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. നാളെ നിശ്ചയിക്കപ്പെട്ടേക്കാം, ചിലപ്പോൾ പെടാതിരുന്നേക്കാം. അതൊക്കെ പാർട്ടി പൊതുവെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഞങ്ങളുടെ എല്ലാ പ്രൊസീജിയറുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയൊക്കെ കഴിഞ്ഞ് മണ്ഡലം കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് സ്വാഭാവികമായും പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ അത് പ്രഖ്യാപിക്കും. അപ്പോൾ സ്ഥാനാർത്ഥി ആയേക്കാം, ആവാതിരുന്നേക്കാം, അത് എന്തുമല്ല. പക്ഷേ ജനവുമായിട്ടുള്ള ബന്ധം അത് പൊതുവേ ഉണ്ട്. ജനം എനിക്കൊപ്പമല്ല, ഞാൻ ജനങ്ങൾക്കൊപ്പമാണ്. ജനങ്ങൾക്കൊപ്പമാണ് ഈ 5 വർഷം ഉണ്ടായിട്ടുള്ളത്. അവരുടെ സുഖദുഃഖങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിട്ടുണ്ട്. അവരാഗ്രഹിക്കുന്ന, അവർക്ക് സന്തോഷം നൽകുന്ന, അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പരിപൂർണമായി നടപ്പിലാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല ആത്മവിശ്വാസമുണ്ട്. ഞാൻ പഠിച്ചത് അവിടെയാണ്, 5 കൊല്ലം ഫാറൂഖ് കോളേജിലാണ്. ഫാറൂഖ് കോളേജ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലൊക്കെ ഉള്ള ഒരു കോളേജാണ്. ഒരുപാട് ബന്ധങ്ങൾ ആ നിയോജക മണ്ഡലത്തിലുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് നല്ല വേരോട്ടമുള്ള മണ്ഡലമാണ്. അതിനപ്പുറം വ്യക്തിപരമായ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളൊക്കെ ഒരുപാട് അവിടെയുണ്ട്. പൊതുവെ ആളുകൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, എന്താണ് ചിന്തിക്കുന്നതൊക്കെ ഇപ്പം തന്നെ പിക്ചറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വോട്ടെണ്ണി കഴിഞ്ഞിരിക്കുകയാണ്. ജനം എങ്ങനെയാണ് വോട്ട് ചെയ്യുകയെന്ന് ഏറെക്കുറെ അറിയാം. ജനത്തിനൊപ്പം തന്നെയാണ് പൊതുവെ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ബേപ്പൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ LDF കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 82,000 അല്ലേ, അതിൽ കൂടുതൽ വോട്ട് നേടി നല്ല വിജയം നേടും. കേരളത്തിലും പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത്. എനിക്ക് അറിയാവുന്ന പോലെ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ താങ്കൾ നല്ലൊരു ചെസ് പ്ലെയർ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ചെസ് ഗ്രാമമൊക്കെ ഉണ്ടാക്കി. ആ രീതിയിൽ ഒരു വിഷനറിയായി മാറാൻ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പോലും അത്തരം ചില ഇഷ്ടങ്ങളൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നുണ്ടോ? അല്ല, കടലുണ്ടി ഈ നേരത്തെ ചെസ് സംഘാടകരായിട്ടുള്ള, ഇന്ന് ഭൂമിയിലില്ലാത്ത ചില ആളുകളുണ്ട്. അവരൊക്കെ കടലുണ്ടിയിലുള്ളവരാണ്. അപ്പോൾ കടലുണ്ടി ഒരു ചെസ് ഗ്രാമമാക്കി മാറ്റണമെന്ന് പൊതുവെ പലരുമായി ചർച്ച ചെയ്തിരുന്നു. എൻ്റെ ഒരു തുടക്കം കുറിച്ചു. അതിൽ റിപ്പോർട്ടർ TVയും വലിയ നിലയിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ എല്ലാ ക്ലബ്ബുകൾക്കും ചെസ് ബോർഡുകൾ നൽകാനും, അവിടെ എല്ലാ ഇപ്പോൾ അടുത്ത അധ്യയന വർഷം ജൂൺ മാസം അധ്യയന വർഷം ആരംഭിക്കുന്നതുകൊണ്ട് എല്ലാ സ്കൂളിലും ചെസ് പരിശീലനം സംഘടിപ്പിക്കാനൊക്കെ ഉള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതിനൊരു വലിയ ചെസ് ടൂർണമെൻറ്റ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കണം. പിന്നെ അടുത്ത ബേപ്പൂർ ഫെസ്റ്റ് 2026 ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് കടലിലൂടെയുള്ള ഒരു ചെസ് ടൂർണമെൻറ്റ്, സഞ്ചരിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് ചെസ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കണം. അങ്ങനെ ഒരു ചെസ് ഗ്രാമമാക്കി മാറ്റാനുള്ള ഒരുപാട് പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. അതൊരു 1 മാസത്തെയോ 2 മാസത്തെയോ പദ്ധതിയല്ല, ദീർഘകാലത്തെ പദ്ധതിയാണ്. അങ്ങനെ മികച്ച ചെസ് താരങ്ങളെ വാർത്തെടുക്കുക എന്നുള്ളത് മാത്രമല്ല, ചെസ്സ് കളിക്കുന്നതോടുകൂടി നമുക്ക് സമചിത്തതയും അതുപോലെ തന്നെ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനും നിരാശയില്ലാതെ മുന്നോട്ട് പോകാനൊക്കെ മനസ്സിന് വലിയ കരുത്ത് നൽകുന്ന ഒരു ഗെയിം കൂടിയാണ്. ആ നിലയിൽ ഒരു സമൂഹത്തെ ആകെ അങ്ങനെ മാറ്റിയെടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായി കൂടിയാണോ കാര്യം പറയുന്നത്? കാരണം ചെസ് പ്ലെയർ ആയിരുന്ന ഒരാളല്ലേ? അല്ല, വ്യക്തിപരമായി ചെസ്സ് കളിച്ച് ഇതിൻ്റെ ഭാഗമായി ജീവിതത്തിൽ കുറേ നമുക്ക് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. അതെനിക്ക് നല്ല ചെസ്സ് കളിക്കുന്ന പൊതുവെ ഈ രാഷ്ട്രീയ രംഗത്തുള്ള ഏത് രംഗത്തുള്ളവർക്കും ചെസ്സ് കളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷമയുണ്ടാവും എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. ചെസ്സിൻ്റെ ഏറ്റവും പ്രത്യേകത ഒരു മനുഷ്യന് സഹിഷ്ണുത, ക്ഷമ, ഇതൊക്കെ വലിയ നിലയിലുണ്ടാകും എന്നുള്ളതാണ്. അത് പലപ്പോഴും ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ രാഷ്ട്രീയമായതുകൊണ്ട് വിവാദങ്ങളും പലതരം കോണുകളിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകളും അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ക്ഷമയും സമചിത്തതയും ഒരു ഗുണം ചെയ്തിട്ടുണ്ട്.
അല്ല, അത് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തന അനുഭവങ്ങളിൽ നിന്ന് കൂടി ആർജിച്ചെടുക്കേണ്ടതാണ്. രാഷ്ട്രീയ പ്രവർത്തന അനുഭവത്തിൽ നിന്ന്, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഗുസ്തി മത്സരമല്ല, അതൊരു ആശയപരമായ ഒരു പോരാട്ടമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വ്യക്തികൾ തമ്മിലുള്ള ഒരു വ്യക്തിപരമായ ഏറ്റുമുട്ടലല്ല. അങ്ങനെ നമ്മൾ കാണാൻ പാടില്ല. എല്ലാ വ്യക്തികളെയും നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ് ഞങ്ങളെപ്പോലെയുള്ളവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചെയ്തികൾ, നമ്മുടെ പ്രസ്താവനകൾ, നമ്മുടെ മറ്റ് രീതികൾ, ഇത് നാളെ നേരത്തെ നമ്മുടെ പാർട്ടിക്കൊപ്പം ഇല്ലാത്തൊരാൾ വരുന്നതിന് തടസ്സമാകരുത്. അപ്പോൾ ആ നിലയിലായിരിക്കണം നമ്മൾ രാഷ്ട്രീയ പ്രസ്താവനകൾ ഇറക്കേണ്ടത്. ആ നിലയിലായിരിക്കണം നമ്മുടെ രാഷ്ട്രീയ ഇടപെടൽ നടത്തേണ്ടത്. മറ്റുള്ളവരെ പരിഹസിച്ചോ ആക്ഷേപിച്ചോ വ്യക്തിഹത്യ നടത്തിയോ മുന്നോട്ട് പോകേണ്ട ഒരു രീതിയല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പൊതുവെ കരുതുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് പരമാവധി ഓരോ ദിവസം കഴിയും തോറും എന്നിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്, എന്ത് റെക്ടിഫിക്കേഷനാണ് വരുത്തേണ്ടത് എന്ന് ചിന്തിച്ച് പരമാവധി വരുത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഈ ഫറൂഖ് കോളേജിലെ ഒരു കോളേജ് യൂണിയൻ കാലം അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം അത് എത്രത്തോളം പരുവപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ? നമ്മളിപ്പോൾ ഓരോ പ്രായം കഴിയും തോറും നമുക്ക് അയ്യോ അന്ന് ഇങ്ങനെ വേണ്ടിയില്ലായിരുന്നു. അത് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, അപ്പോൾ നിങ്ങൾക്ക് പണ്ട് ജോലി ചെയ്യുന്നതിനേക്കാൾ ഇപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെയൊക്കെ ആവാമായിരുന്നു എന്ന് ചിന്തിക്കുക. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു സംഘടനയുടെ പ്രകടനത്തിൽ പങ്കെടുത്തത് 6ാം ക്ലാസ്സിലാണ്. അന്ന് 10ാം ക്ലാസ്സിലുള്ള എൻ്റെ അയൽവാസി എന്നെ വിളിച്ച്, അങ്ങനെയാണ് ഞാൻ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത്. പിന്നെ വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ 6ാം ക്ലാസ് മുതൽ ആക്റ്റീവാണ്. 8ാം ക്ലാസ്സിൽ ഞാൻ ക്ലാസ് ലീഡറായി മത്സരിച്ചു. ആ 8ാം ക്ലാസ് തന്നെ സ്കൂൾ ചെയർമാനായി മത്സരിച്ചു. പക്ഷേ അന്ന് KSUവിന് വലിയ സ്വാധീനമുള്ള സ്കൂളായിരുന്നു. ചെയർമാനായി തോറ്റു. 9ാം ക്ലാസ്സിൽ വീണ്ടും ക്ലാസ് ലീഡറായി സ്കൂൾ ചെയർമാനായി മത്സരിച്ചു, പരാജയപ്പെട്ടു. പിന്നെ പ്രീ ഡിഗ്രി ഞാൻ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി ഫറൂഖ് കോളേജിലാണ് ചേർന്നത്. ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി റെപ്പായി. അന്ന് 9 ജനറൽ സീറ്റിലും SFI പരാജയപ്പെട്ടു. ക്ലാസ് റെപ്പ് ഒന്നും കിട്ടാത്തൊരു കാലമാണ്. നേക ജയിച്ചത് ഫസ്റ്റ് PDC റെപ്പാണ്. അപ്പോൾ നമ്മൾ പിന്നെ UUC ആയി, യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹിയായി, പിന്നെ SFIയുടെ ഏരിയ സെക്രട്ടറി, അതിൻ്റെ ഇടയ്ക്ക് യൂണിറ്റ് സെക്രട്ടറി ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മൾ മുമ്പ് പ്രവർത്തിച്ച് ആലോചിക്കും, അയ്യോ അത് അന്ന് അങ്ങനെ വേണ്ടിയില്ലായിരുന്നു എന്ന് ചിന്തിക്കും. അത് സ്വാഭാവികമാണ്. അതിപ്പോൾ ഈ 5 കൊല്ലം മന്ത്രിയായി നിൽക്കുമ്പോഴും ചില വിഷയങ്ങൾ വരുമ്പോൾ നേരത്തെ എടുത്ത അതുപോലെ ആയിരിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരു മാറ്റം പല വിഷയങ്ങളിലും എടുത്തേക്കാം. അപ്പോൾ ഒരു വ്യക്തി, ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി, ജനപ്രതിനിധി ആയിക്കൊള്ളട്ടെ അതല്ലാതെ ആയിക്കൊള്ളട്ടെ, റെക്ടിഫിക്കേഷന് വിധേയമാകണം, തിരുത്തലുകൾക്ക് വിധേയമാകണം. സ്വയം വിമർശനം, അത് കമ്മിറ്റിയിലായാലും മനസ്സിൽ എപ്പോഴും കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കണം. നമ്മുടെ മനസ്സിനകത്ത് ചേരുന്ന കമ്മിറ്റിയിൽ എന്തൊക്കെ മാറ്റമാണ് വരുത്തേണ്ടത് എന്ന് സ്വയം ചിന്തിച്ച് വരുത്തണം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരെ അധിക്ഷേപിക്കൽ ഒഴിവാക്കുക, വ്യക്തിഹത്യകൾ ഒഴിവാക്കുക, വീണ് കിടക്കുന്ന ഒരാളെ ചവിട്ടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. വീണ് കിടക്കുന്ന ഒരാളെ ചവിട്ടാൻ വളരെ എളുപ്പമാണ്, അത് ചവിട്ടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ഈ ഒരു നില പൊതുവേ തുടരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനിയും മാറ്റങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് വിധേയമാകണം എന്നാണ് കരുതുന്നത്. ഈ DYFIയുടെ ഒക്കെ യൂണിറ്റ് തലം മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയ ആളാണ്. പിന്നീട് അഖിലേന്ത്യാ തലത്തിൽ എത്തുകയും ചെയ്തു. അങ്ങനെ നോക്കൂ, യുവാക്കളുടെ ഒരു നിരയിൽ പലയിടങ്ങളിലും, അതിപ്പം കേരളത്തിൽ മാത്രമല്ല പുറത്തൊക്കെ ഈ പറഞ്ഞ പോലെ പല സാഹചര്യങ്ങളിൽ വരുന്ന സഖാക്കളുമായൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഒരു വലിയ മാറ്റം യുവാക്കൾക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നാണ് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? അതല്ലെങ്കിൽ അത്തരം അനുഭവ സമ്പത്തൊക്കെ എങ്ങനെയാണ് താങ്കൾ പിന്നീട് ഒരു ഭരണസ്ഥാനത്തെത്തുമ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്? അല്ല, ഇപ്പോൾ ഇന്നിപ്പോൾ പെരുമ്പളം പാലത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ഒരു ദ്വീപാണ്, അറിയാലോ കാര്യം. 1.5 കിലോമീറ്ററിൽ നീളമുള്ള പാലമാണ്, ഒരു ദ്വീപാണ്. ആ ദ്വീപിലുള്ളവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല, രാത്രിയൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ DYFIയിൽ പ്രവർത്തിക്കുമ്പോൾ കുറേ മുമ്പ് UDF ഭരണകാലത്ത് അവിടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പോയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ പലരും അതിൻ്റെ ചിത്രം എനിക്ക് അയച്ചു തരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ആളുകളൊക്കെ പഴയ പോയതൊക്കെ ഓർമ്മയില്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ DYFI സംഘടനാ പ്രവർത്തനത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു സമ്പത്ത്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും നമ്മൾ പോയാൽ പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന സൗഹൃദ ബന്ധങ്ങളുണ്ടെന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഇപ്പോൾ ഒരു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായി പാർട്ടി നിശ്ചയിച്ചു.
അതിൻ്റെ ഭാഗമായി നമ്മൾ സംസ്ഥാനത്ത് പല ഭാഗത്തും പോകുമ്പോഴും ഏതൊരു പഞ്ചായത്ത് പോയാലും ഒരു 10 ആൾ നേരത്തെ DYFയിൽ പ്രവർത്തിച്ചവർ ഒരുമിച്ച് പ്രവർത്തിച്ചവരുണ്ട്. അത് വലിയ നിലയിൽ ഗുണം ചെയ്തൊരു കാര്യമാണ്. ഞാൻ 2008 DYFയുടെ ജില്ലാ ഭാരവാഹിയായതിനു ശേഷം പിന്നീട് സംസ്ഥാന കേന്ദ്രത്തിൽ സംഘടന നിശ്ചയിച്ചതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു. മന്ത്രിയാകുന്നത് വരെ ഏകദേശം ഒരു 10-11 കൊല്ലം സംസ്ഥാന കേന്ദ്രത്തിലോ അഖിലേന്ത്യാ കേന്ദ്രത്തിലോ ആയി പ്രവർത്തിച്ചു. പിന്നെ മന്ത്രിയായതിനു ശേഷം ഒരു 1-2 കൊല്ലം കഴിഞ്ഞിട്ടാണ് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി പിന്നെ നമ്മുടെ റഹീം അഖിലേന്ത്യാ പ്രസിഡൻ്റായി വരുന്നത്. അപ്പോൾ ഒരു ദീർഘകാലം സംസ്ഥാനത്തെ പല ജില്ലകളിലും അഖിലേന്ത്യ എന്നുള്ള നിലയിലും പ്രവർത്തിക്കാൻ പറ്റി. അതിൻ്റെ ഭാഗമായി എന്നേക്കാളൊരു ഇപ്പോൾ ഞാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരുന്ന സമയത്ത് എന്നേക്കാളൊരു 10 വയസ്സ് മുതിർന്ന സഖാക്കൾ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രായത്തിലുള്ളവരും താഴത്ത് അതേപോലെ 10, 15, 20 കൊല്ലം താഴോട്ടുള്ളവരുമായിട്ടുള്ളൊരു 10-30 കൊല്ലത്തിനിടയിലുള്ള ഒരു തലമുറയുമായി നമുക്ക് കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാവാൻ പറ്റി കുറച്ച് കാലം. അതെനിക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ എന്ത് കുപ്രചാരം നടന്നാലും ഈ ഒരു പ്രായപരിധിയിലുള്ളവർക്ക് നമ്മളെ നേരിട്ടറിയാം. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഗുണമാണ്. അപ്പോൾ സംഘടനാ പ്രവർത്തനം കൊണ്ടുള്ള ഏറ്റവും വലിയ സമ്പത്ത് വ്യക്തിബന്ധങ്ങൾ തന്നെയാണ്. സഖാക്കളിലെ കുറേ സഖാക്കളെ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അതിപ്പോഴും പരമാവധി ഫോണിലൂടെയും മറ്റും ആളുകളോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു അസറ്റാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയാൽ നമുക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ആളുകളുണ്ട്, കർണാടകയിൽ പോയാൽ ഇന്ന ആളുകളുണ്ട്, പശ്ചിമ ബംഗാൾ പോയാൽ ഇന്ന ആളുകളുണ്ട്. പശ്ചിമ ബംഗാളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ ഭീകരമർദ്ദനമേറ്റ സഖാക്കളെ കാണാൻ പോയത് വലിയ അനുഭവമാണ്. അപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് പോയാൽ ആളുകളുണ്ട്. ഹരിയാനയിൽ ജുനൈദിൻ കൊല്ലപ്പെട്ടപ്പോൾ തുടർച്ചയായി ജുനൈദിൻ്റെ വീടുമായി ബന്ധം വെച്ചിരുന്നു. ഹരിയാനയിൽ തുടർച്ചയായി പോയിരുന്നു. അത് വല്ലാത്തൊരു അനുഭവമാണ്. ബിരിയാണി റെയ്ഡ് പെരുന്നാളിൻ്റെ തലേ ദിവസം അവിടെ ഗട്ടറിൻ്റെ BJP ഗവൺമെൻറ് നടത്തിയ സമയത്ത് അവിടെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. അതിൻ്റെ ഭാഗമായി ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ആളുകൾ മെസ്സേജ് അയക്കാൻ നമ്മുടെ സഖാക്കളും മറ്റുള്ളവരും ഉണ്ട്. ആ ബന്ധമുണ്ട്. ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്, തമിഴ്നാട് മുതൽ എല്ലാ ഇടങ്ങളിലെയും സ്റ്റേറ്റിലെയും കേരളത്തിലെയും വ്യക്തിപരമായി ലഭ്യമായ ബന്ധമാണ് ഏറ്റവും വലിയ സമ്പത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തി അധിക്ഷേപത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത്രയധികം സംഘടനാ തലത്തിൽ പ്രവർത്തിച്ചു വന്ന് ഈ പൊസിഷനിൽ എത്തിയ ആളാണ്. പക്ഷേ താങ്കൾക്കെതിരെ വലിയ രീതിയിലൊരു വ്യക്തി അധിക്ഷേപം കാണാറുണ്ട്. നമ്മൾ പലപ്പോഴും മരുമോൻ എന്നൊക്കെ വിളിച്ചിട്ട് പരിഹസിക്കുന്നത് കേൾക്കാറുണ്ട്. താങ്കളുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെയൊക്കെ റദ്ദ് ചെയ്യുന്ന രീതിയിൽ അത്തരം പരാമർശങ്ങളൊക്കെ നടത്തിയും കാണാറുണ്ട്. ഇത്തരം ആക്രമണങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ നേരിടാറുള്ളത്? അല്ല, അതിനെ നമ്മൾ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, അതിന് മറുപടി പറയേണ്ടത് വ്യക്തിപരമായി ഞാനല്ല, ജനമാണ്. ജനം വിലയിരുത്തേണ്ട കാര്യമാണ്. ഞാൻ എന്ന് മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് ജനം വിലയിരുത്തേണ്ട കാര്യമാണ്. അത് ജനമാണ് പൊതുവെ വിലയിരുത്തി പോകേണ്ടത്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി എന്നെ സംഘടനയാണ് ചുമതലപ്പെടുത്തി നിശ്ചയിച്ചത്. ഞാൻ DYFIയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡൻ്റല്ല. 1980 DYFI രൂപം കൊണ്ടതിന് ശേഷം നിരവധി അഖിലേന്ത്യാ പ്രസിഡന്റുമാരുണ്ട്. സഖാക്കൾ M വിജയകുമാർ, EP ജയരാജൻ, MA ബേബി, NN കൃഷ്ണദാസ്, KN ബാലഗോപാൽ, ശ്രീരാമകൃഷ്ണൻ, MB രാജേഷ്, ഞാൻ, ഇപ്പോൾ റഹീം, അങ്ങനെ 8-9 അഖിലേന്ത്യാ ഭാരവാഹികൾ. ഇതിൽ ഒട്ടുമിക്ക ആളുകളും സംസ്ഥാനത്ത് മന്ത്രിമാരായവരാണ്. ഏതെങ്കിലും 1-2 ആളുകൾ മാത്രമേ അതിൽ മാറിയിട്ടുള്ളൂ. ഇപ്പോൾ ശ്രീ EP ജയരാജൻ, വിജയകുമാർ, MA ബേബി, അതുപോലെ തന്നെ നമ്മളെടുത്തു കഴിഞ്ഞാൽ ബാലഗോപാൽ ഒക്കെ ശ്രീരാമകൃഷ്ണ സ്പീക്കറായിരുന്നു. അതുപോലെ MB രാജേഷ് ഇപ്പോൾ മിനിസ്റ്ററാണ്. ശ്രീ NN കൃഷ്ണദാസാണ് MP, അദ്ദേഹം ദീർഘകാല MP ആയിരുന്നു. അപ്പോൾ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റിൻ്റെ ചുമതല വഹിച്ചതിന് ശേഷം എല്ലാവരും കേരളത്തിൽ അതാത് ഉത്തരവാദിത്വം എന്താണോ പ്രസ്ഥാനം ഏൽപ്പിക്കുന്നത് നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി DYFIയുടെ ഒരു അഖിലേന്ത്യാ പ്രസിഡൻ്റായി ഒരു മന്ത്രിയായ ആളല്ല ഞാൻ. ഇത് എല്ലാവരും ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പൊതുവെ. അതുപോലെ തന്നെ നിയമസഭയിൽ MLA ആയ ഘട്ടത്തിൽ മന്ത്രിയാവുന്ന ആദ്യത്തെ ആളുമല്ല ഞാൻ. ഈ മന്ത്രിസഭയിൽ തന്നെ നിരവധി പേരുണ്ട്. അതിന് മുമ്പുള്ള മന്ത്രിസഭകളിലും ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ വസ്തുത ആളുകൾക്ക് അറിയുന്നതാണ്, എല്ലാം അറിയുന്ന കാര്യമാണ്. ഇത് ഏൽപ്പിക്കുകയാണല്ലോ, പ്രസ്ഥാനമാണല്ലോ ഏൽപ്പിക്കുക. നമ്മൾ കൈവക്കിയിട്ട് ഇന്നതാവാം എന്ന് പറയുന്നതല്ല. ഏൽപ്പിക്കുന്ന ചുമതല നാളെ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഏൽപ്പിച്ചാൽ ആ ചുമതല ഏറ്റെടുക്കുക, പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് അതിൽ.
താങ്കളുടെ വകുപ്പുകൾ പൊതുമരാമത്ത് വകുപ്പ്, ടൂറിസം വകുപ്പ്, ഒരുപക്ഷേ ടൂറിസം വകുപ്പ് കുറച്ചുകൂടി ആ, സജീവമായി നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ഓണം വാരാഘോഷമൊക്കെ നമുക്ക് വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നാണെങ്കിൽ പോലും കുറെ കൂടി വിദേശ രാജ്യങ്ങളിൽ അതിൻ്റെ ഒരു പ്രൊമോഷൻ നമ്മൾ കാണുന്നുണ്ട്. വിദേശീയരായ ആളുകൾ കൂടുതലായി ഇങ്ങോട്ട് വരുന്നത് കാണുന്നുണ്ട്. ഒരു മൂന്നാർ, ഒരു വാഗമണ്ണോ എന്നതിനപ്പുറം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ചെറിയ സ്പോട്ടുകൾ പോലും ആളുകളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ടൂറിസം രംഗത്തെ വലിയൊരു മാറ്റമായി തന്നെ നമ്മളതിനെ കാണണം. അല്ല, അതിന് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ചില വിദേശ രാജ്യങ്ങളിലെ ചില ഫെസ്റ്റിവലുകൾ വിനീത ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, അത് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ വരും. ടൊമാറ്റോ ഫെസ്റ്റ് പോലെ എന്തുകൊണ്ട് ഓണത്തെ നമുക്ക് അങ്ങനെ മാറ്റി തീർത്തുകൂടാ? ഇത് പലവട്ടം നമ്മൾ ചർച്ച ചെയ്തു, അതിൻ്റെ ചില പ്ലാനിങ് നടത്തി. ഓണത്തിൻ്റെ മാർക്കറ്റിംഗ് വളരെ നേരത്തെ തന്നെ നടത്തി. കഴിഞ്ഞ ഓണത്തിന് അതിൻ്റെ ഒരു റിസൾട്ട് പൊതുവേ ഉണ്ടായി. അതിന് മുമ്പത്തെ വർഷം നല്ല പ്ലാനിങ് നടത്തി. ദൗർഭാഗ്യവശാൽ ചൂരൽമല സംഭവം ഉണ്ടായി. ഓണാഘോഷം സർക്കാർ പരിപാടി ഉണ്ടായിരുന്നില്ല. ഓണം യഥാർത്ഥത്തിൽ കേരളത്തെ ലോകത്ത് ബ്രാൻഡ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ജനങ്ങളുടെ ഒരു ഐക്യം അതിൽ പ്രധാനമാണ്. അപ്പോൾ ആ നിലയിൽ ഓണം ഘട്ടത്തിൽ കേരളത്തിന് പുറത്തുള്ളവരെ മാക്സിമം കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഡ്രീം ആയിരുന്നു. അതിൻ്റെ ഭാഗമായി വലിയ മാർക്കറ്റിംഗ് നടത്തി. 2025 വർഷത്തിൻ്റെ പ്രത്യേകത ഏറ്റവും അധികം വിദേശ സഞ്ചാരികളും ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളും ഓണത്തിന് കേരളത്തിൽ വന്ന വർഷമാണ്. 2025 മറ്റൊരു പ്രത്യേകത 2 കോടി 58 ലക്ഷം പേർ കേരളത്തിന് പുറത്തുനിന്ന് വന്നു. സർവ്വകാല റെക്കോർഡാണ്. അപ്പോൾ ഇതിൽ ഫെസ്റ്റിവലുകൾക്ക് വലിയ പങ്കുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകതയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ആതിഥേയ മര്യാദ. നമ്മുടെ നാട്ടിലേക്ക് വരുന്നവരെ വലിയ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു പ്രത്യേകത കേരളത്തിലുണ്ട്. അത് ഓണം പോലുള്ള ആഘോഷങ്ങൾ ആ നിലയിൽ നമ്മൾ കാണണം. ഹെറിറ്റേജുകൾ, നമ്മൾ മതസഹോദര്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലൊക്കെ പ്രധാന കേന്ദ്രമായ ആരാധനാലയങ്ങളുണ്ട് കേരളത്തിൽ. ഇതിനെയൊക്കെ നമ്മളൊരു ഹെറിറ്റേജായി ഒരു സിമ്പിളായി കണ്ട് അതുൾപ്പെടെ നമുക്ക് പ്രചരിപ്പിക്കാനാകണം. ടൂറിസ്റ്റുകൾ ഇവിടെയൊക്കെ വരണം, എല്ലായിടത്തും വരണം. വയനാട് അത്തരത്തിൽ നമ്മുടെ ഒരു നട്ടലായി. വയനാട് ഭയങ്കര മാറ്റം വന്നു. ഇനിയിപ്പോൾ തുരങ്കപാത കൂടി വരുന്നതോടെ ചിത്രം മാറും. വയനാട് സർവ്വകാല റെക്കോർഡ് ടൂറിസ്റ്റുകളായി. ബാംഗ്ലൂർ പ്രത്യേക മാർക്കറ്റിംഗ് നടത്തി. കാരണം കേരളത്തിൽ വയനാടിൻ്റെ മാർക്കറ്റിംഗ് നടത്തുന്നതിനേക്കാൾ നല്ലത് ബാംഗ്ലൂർ നടത്തുന്നതാണ്. അതുകൊണ്ട് ബാംഗ്ലൂർ മാക്സിമം ഫോക്കസ് ചെയ്തു. അതിന് ബാംഗ്ലൂരിൻ്റെ വീക്കെൻഡ് വയനാടായി മാറുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ അതൊക്കെ വലിയ ഗുണം കേരള ടൂറിസത്തിനുണ്ടായി. ഈ ദുരന്തത്തിന് ശേഷം കരകയറാൻ സാധിച്ചു. നമ്മളൊരു പ്രത്യേക ക്യാമ്പയിൻ എടുത്തു. ആ ക്യാമ്പയിൻ നന്നായി ക്ലിക്കായി. അതിൻ്റെ ഭാഗമായി വയനാട് ഒരു കുഴപ്പമില്ല, വയനാട് സേഫാണ് എന്ന് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള വ്ളോഗർമാരും ഒക്കെ വന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായി. ഞങ്ങൾ ഈ നിൽക്കുന്ന വയനാട്ടിലാണ്, ഇവിടെ ഒരു കുഴപ്പമില്ല, ചൂരൽമല ഇവിടുത്തെ ഒരു പ്രദേശം മാത്രമാണ്, ഈ പ്രചരണം തെറ്റാണ്, വയനാട് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് തെറ്റാണ്. തുടർച്ചയായി ക്യാമ്പയിൻ ചെയ്തപ്പോൾ വീണ്ടും റിസോർട്ടുകൾ ഫുള്ളായി, ആളുകൾ വരാൻ തുടങ്ങി, വലിയ നിലയിലേക്കുള്ള ഒരു പങ്കാളിത്തം ഉണ്ടായി. പല രാജ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ടൂറിസം മേഖല മാത്രം, അതുകൊണ്ട് മാത്രം സമ്പന്നത നേടി അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യങ്ങളുണ്ട്. കേരളത്തിൽ ഒരു പക്ഷേ അതിനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. കേരളം ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കേരളത്തിൻ്റെ 1 ഇഞ്ച് സ്ഥലം പോലും ടൂറിസത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്തതാണ്. എല്ലാ പഞ്ചായത്തും വിനീതം എടുത്തു നോക്കുക, എല്ലാ പഞ്ചായത്തിലും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലുണ്ടല്ലോ, ഒറ്റപ്പാല ഭാഗത്തല്ലേ, അവിടെ ഉണ്ട്. ഓരോ സ്ഥലത്തും ഉണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. ഒന്നെങ്കിൽ പ്രകൃതി രമണീയമായ സ്ഥലം, അതല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള പ്രത്യേകതയുള്ള സ്ഥലം, അതല്ലെങ്കിൽ ഒരു ബീച്ചിൻ്റെ സാധ്യത, അതല്ലെങ്കിൽ ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ സാധ്യത, അതല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ, അല്ലെങ്കിൽ വെൽനസ് ടൂറിസത്തിൻ്റെ സാധ്യത. കേരളത്തിലെ 1000 കണക്കിന് വരുന്ന ഗ്രാമപഞ്ചായത്തിലും ഒരു ടൂറിസ്റ്റ് സാധ്യതയുണ്ട്. ഈ ടൂറിസ്റ്റ് സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ കേരളത്തിലെ ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അതിന് മാത്രം റിസോഴ്സ് നമുക്കില്ല, അതിന് മാത്രം റവന്യൂ നമുക്കില്ല. കേരളത്തിൻ്റെ പ്രശ്നങ്ങളും പ്രത്യേകതകളും അറിയാലോ. അപ്പോൾ അവിടെ ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്റർ ആവുക, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോടുകൂടി എങ്ങനെ ഇടപെടാൻ പറ്റും പരിശോധിക്കുക. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം 5 സ്റ്റാർ ഹോട്ടൽസ് ഉള്ളത് കേരളത്തിലാണ്. ഉദുമ എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്തിൽ മാത്രം 3 5 സ്റ്റാർ ഹോട്ടൽസാണ്. ഒക്കെ ഗവൺമെൻറ് സ്ഥലം കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആണ് 3ാമത്തെ 5 സ്റ്റാർ ഹോട്ടൽ അവിടെ ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഞാനിത് പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല. അപ്പോൾ വന്ന 2 5 സ്റ്റാർ ഹോട്ടൽസും ക്ലിക്കായി, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത്. അപ്പോൾ 5 സ്റ്റാർ ഹോട്ടൽസ് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ചെറിയ റൂം റെൻറ്റ് കിട്ടുന്ന PWD റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആരംഭിച്ചു. 32 കോടി അധികം വരുമാനം കിട്ടിയത്.
അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ടൂറിസം ഉണ്ട്. അതിനെ നമുക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണം. ഈ റെസ്റ്റ് ഹൗസുകളുടെയൊക്കെ കാര്യം പ്രത്യേകം പറയണം. കാരണം മുഖച്ഛായ തന്നെ പലയിടത്തും മാറുന്നതാണ് നമ്മൾ കണ്ടത്, വർഷങ്ങളുടെ പഴക്കമുള്ള ഇടങ്ങളൊക്കെ. ഈ റെസ്റ്റ് ഹൗസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒന്നാമത് ഈ റെസ്റ്റ് ഹൗസുകളൊന്നും പീപ്പിൾസ് ഫ്രണ്ട്ലി ആയിരുന്നില്ല. ചില റെസ്റ്റ് ഹൗസ് കണ്ടാൽ ഇത് പൊതുമരാമത്ത് വകുപ്പിൻ്റേതാണോ വനം വകുപ്പിൻ്റേതാണോ സംശയം തോന്നുന്നു, കാട് പിടിച്ചെടുക്കുന്ന സ്ഥലം. പിന്നെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ചില കോക്കസിൻ്റെ കയ്യിലായിരുന്നു പല റെസ്റ്റ് ഹൗസും. ഞാനതിപ്പോൾ വിശദീകരിക്കേണ്ട, നിങ്ങൾക്കറിയാം. ചിലർ മാത്രം വന്നിരിക്കുന്ന സ്ഥലമായിരുന്നു. റൂമുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ദ്രവിച്ച് കിടക്കുകയാണ്. മനുഷ്യന്മാർക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ബുക്ക് ചെയ്യാൻ അറിഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ ഒറ്റപ്പാലത്തുള്ള ഒരാൾക്ക് കൊല്ലത്തൊരു റെസ്റ്റ് ഹൗസിൽ റൂം ബുക്ക് ചെയ്യണമെങ്കിൽ ഒറ്റപ്പാലത്തുള്ള ആൾ പാലക്കാട്ടെ കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒരു അപേക്ഷ കൊടുക്കണം. അടുത്ത ആഴ്ച എനിക്കൊരു കല്യാണം ഉണ്ട്, അതുകൊണ്ട് കൊല്ലത്ത് റെസ്റ്റ് ഹൗസിൽ മുറി വേണം. പാലക്കാട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയർ തിരുവനന്തപുരം കെട്ടിട വിഭാഗത്തിന് അയക്കും. അദ്ദേഹം അത് നേരെ കൊല്ലം കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അയക്കും. അവരതിന് റൂം ഉണ്ടോ ഇല്ലയോ എന്ന് മറുപടി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് അയക്കും. തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും പാലക്കാട്ടേക്ക് വരും, എന്നിട്ടത് ഒറ്റപ്പാലത്തേക്ക് വരും. അപ്പോഴേക്കും ഒരാഴ്ച കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒരു ഹണിമൂണും കഴിഞ്ഞ് വേറെ വഴിക്ക് പോയിട്ടുണ്ടാവും. ഇതായിരുന്നു സംഭവം. അപ്പോൾ ആരും റൂം ബുക്ക് ചെയ്യില്ലായിരുന്നു. ഇന്നിപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെ കിട്ടിയാണ്ട് അമർത്തി കൊടുത്ത റൂമാണ്. ഒറ്റപ്പാലത്തിനത് അമർത്തിയ കൊല്ലത്ത് റൂം കിട്ടും. 600 രൂപയേ ഉള്ളൂ. നല്ല റൂമാണ്. എല്ലാ റെസ്റ്റ് ഹൗസുകളിലും ഞങ്ങളൊരു ടീമായി നിന്നുകൊണ്ട് പരിശോധന തുടക്കത്തിൽ നടത്തി. ഇത് വർക്കൗട്ട് ആവുന്നുണ്ടോ? ആ തുടക്കത്തിൽ നടത്തിയ പരിശോധനയാണ് അത്. അന്ന് ചില വിമർശനങ്ങൾ ചില ഭാഗത്തു നിന്നൊക്കെ വന്നെങ്കിലും പൊതുവെ ആളുകൾ സ്വീകരിച്ചു. അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. അതിപ്പോൾ എല്ലാ ദിവസവും ഇനി നടത്തേണ്ടില്ല, ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അത് നടത്തിയതിൻ്റെ ഗുണമുണ്ടായി. അതിപ്പോൾ കേരളത്തിൽ കാണാനുണ്ട്. ഈ പൊതുമരാമത്ത് വകുപ്പ് പൊതുവേ ഒരു മുൾക്കിരീടമാണെന്ന് പറയാറുണ്ട്. കാരണം റോഡുകളുടെ കാര്യം അതെപ്പോഴും ഒരു പഴി കേൾക്കാനിടയുള്ളതാണ്. പക്ഷേ കുറേയധികം റോഡുകൾ നന്നാക്കി, പാലങ്ങൾ കുറേ അധികം നിർമ്മിച്ചു. പക്ഷെ അപ്പോഴും ചില പാലങ്ങളുടെ നിർമ്മാണത്തിനിടെ തകരുന്നതോ അല്ലെങ്കിൽ ചില റോഡുകളുടെ അവസ്ഥയൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങളുമുണ്ട്. പക്ഷേ ഈ റോഡുകൾ എല്ലാം നന്നാക്കാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടാനായില്ലെങ്കിൽ പോലും എത്രത്തോളം കേരളത്തിലെ റോഡുകൾ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒന്ന് പുതിയ റോഡുകൾ ഒരുപാട് വന്നു. ഞാൻ പറഞ്ഞില്ല, 30 കൊല്ലം അപ്പുറത്തുള്ള വികസനം വന്നിട്ടുണ്ട്. അത്ര ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതി BMMBCയാണ്. BMMBC റോഡ് നിർമ്മാണത്തിന് ചിലവ് കൂടുതലാണ്. സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തേക്കാൾ ഒരു 50 ലക്ഷം ഒരു കിലോമീറ്ററിന് കൂടുതലാണ്. പക്ഷേ 5-8 കൊല്ലത്തേക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഞങ്ങൾ ഈ ഗവൺമെൻറ് വരുമ്പോൾ 5 കൊല്ലം കൊണ്ട് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് റോഡിൻ്റെ 50% BMNBC റോഡാക്കി മാറ്റാനാണ് ലക്ഷ്യം വെച്ചത്. അതായത് 30,000 കിലോമീറ്റർ PWD റോഡിൻ്റെ 50% എന്ന് പറഞ്ഞാൽ 15,000 കിലോമീറ്റർ. ഇപ്പോൾ 60%. അതിനെല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥനെ നോഡൽ ഓഫീസറാക്കി, 140 ഉദ്യോഗസ്ഥന്മാർ 140 നോഡൽ ഓഫീസർമാരായി എല്ലാ മാസവും യോഗം ചേർന്ന് പരിശോധിച്ച് ഫോളോ അപ്പ് ചെയ്ത് അത് മുകളിലേക്ക് അയക്കേണ്ട മുകളിൽ അയച്ച് അങ്ങനെ ഇടപെട്ടിട്ടാണ് റോഡിൽ നിന്ന് മികച്ച റോഡുകളായത്. പിന്നെ മെയിൻ്റെനൻസ് ഒരു പ്രധാന ഘടകമാണ്. ഒരു പുതിയ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലാവധി ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡാണ്, പരിപാലന കാലാവധിയാണ്. നിർമ്മിച്ച ആൾക്ക് ആ കാലാവധിയിൽ റോഡിന് എന്ത് കുഴപ്പമുണ്ടെങ്കിലും അത് പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. കരാറുകാരൻ റോഡ് നിർമ്മിക്കുന്നതിന് മുമ്പ് ഉള്ള ഡിപ്പോസിറ്റ് തിരിച്ച് കിട്ടുക ഈ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡും കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഈ തുക വെച്ചുകൊണ്ട് അപ്പോൾ പരിഹരിക്കണം. എന്നാൽ ഇത് ജനത്തിന് അറിയില്ല. ഞാൻ അറിഞ്ഞ മന്ത്രി അനേഷ. അപ്പോൾ ഇത്തരം പുതിയ റോഡുകളുടെ രണ്ടറ്റത്ത് പച്ച ബോർഡ് വെച്ചു. ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ്. കരാറുകാരൻ്റെ പേര്, ഫോൺ നമ്പർ, ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പർ, ടോൾ ഫ്രീ നമ്പർ. ഈ റോഡ് ഇന്ന കാലാവധി വരെ കുഴപ്പമുണ്ടാകാൻ പാടില്ല, കുഴപ്പമുണ്ടെങ്കിൽ ഇവർ അത് പരിഹരിക്കുമെന്ന് പറഞ്ഞാണ് നമ്പർ കൊടുത്തത്. ഓരോയിടത്തും ജനത്തിന് പരിശോധിക്കാം. എവിടെയെങ്കിലും കുഴപ്പം കണ്ട ഈ ബോർഡ് നോക്കിയിട്ട് ഈ പീരീഡിലാണോ, എന്നാൽ അപ്പോൾ ഇടപെടാം. ഈ സ്ഥിതി വന്നു. പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകൾ 1 കൊല്ലത്തേക്ക് മുൻകൂട്ടി കോൺട്രാക്റ്റ് കൊടുക്കുന്നൊരു പുതിയ സംവിധാനം വന്നു, റണ്ണിങ് കോൺട്രാക്റ്റ്. ആ റണ്ണിങ് കോൺട്രാക്റ്റ് 1 കൊല്ലത്തേക്ക് പരിപാലന കാലാവധി കഴിഞ്ഞാൽ ഇനിയാക്ക് അതിൻ്റെ നീല ബോർഡ് വെച്ചു. ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ്. കരാറുകാരൻ്റെ പേര്, ഫോൺ നമ്പർ, ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പർ, ടോൾ ഫ്രീ നമ്പർ. ഈ റോഡ് 1 കൊല്ലത്തേക്ക് ഇന്ന തീയതി വരെ ഇന്ന ആളുകൾക്കാണ് ചുമതല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. ഈ സംവിധാനം വന്നതോടുകൂടി കേരളത്തിലെ റോഡുകളിൽ മെയിൻ്റനൻസ് പ്രോപ്പറായി. പുതുതായി നിർമ്മിക്കുന്ന റോഡുകളിൽ തുടക്കത്തിൽ തന്നെ കുഴപ്പം വരുന്ന പ്രവണതകൾ ഇല്ലാതായി. റോഡുകൾ മികച്ചതായി മാറി. ഇത് സുതാര്യത ഉറപ്പുവരുത്തിയതിൻ്റെ ഭാഗമാണ്. ഇനി ഈ പച്ച ബോർഡും നീല ബോർഡും എടുത്തു മാറ്റാൻ പറ്റില്ല. അതവിടെ ജനങ്ങൾ ഇടപെടും. അത് മാറ്റിയാൽ അത് അഴിമതിയുടെ സാധ്യതയാണ്, സുതാര്യത തകർക്കലാണ്.
എന്ന് ജനം പറയുന്നിടത്തേക്ക് എത്തി. അപ്പോഴും 100% ശരിയായി എന്ന് പറയാൻ കഴിയുമോ? അല്ല, ഇനി നിർമ്മാണം നടക്കുന്ന റോഡുകളാണ്. പിന്നെ കുടിവെള്ളത്തിൻ്റെ ഭാഗമായി ഇറിഗേഷൻ ചില റോഡുകൾ കയറുന്ന റോഡുകളാണ്. കിഫ്ബി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള റോഡുകളാണ്. അല്ലാത്ത റോഡുകളൊക്കെ പെർഫെക്റ്റായി കേരളത്തിൽ. അതല്ലേ അതിൻ്റെ ഏറ്റവും വലിയ വിജയം. എവിടെയെങ്കിലും പരാതി ഉണ്ടോ? റോഡ് മോശമാണ് എന്ന് പറഞ്ഞുള്ള പരാതി ഇന്ന് കേൾക്കുന്നുണ്ടോ? പരാതി കുറവായി. അത് ഈ ഒരു മാറ്റങ്ങളാണ്, സിസ്റ്റത്തിൽ വന്ന ഇത്തരം മാറ്റങ്ങളാണ്. BMMBC റോഡ് മെയിൻ്റനൻസ്, അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള പരിശോധനകൾ വന്നു. കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിൽ കണ്ട മാറ്റമാണ്. 2016 മുതലുള്ള ഈ 10 കൊല്ലത്തെ മാറ്റമാണ്. മെയിൻ്റനൻസ് അത് ജനങ്ങൾ കൂടി മനസ്സിലാക്കുന്ന നിലയിലേക്ക് വന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളും ഇത് ഫോളോ ചെയ്യാനുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നുണ്ട്. നമ്മൾ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിലൊരു തിരിച്ചടി എന്ന നിലയിൽ LDFന് വിലയിരുത്തലുകളുണ്ട്. പലയിടങ്ങളിലും വിചാരിച്ചത്ര വിജയം നേടാൻ സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു സൂചകം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പോ ഒരേ പാറ്റേണിലല്ല ജനങ്ങൾ വോട്ട് ചെയ്യുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ എൻ്റെ വീട് നിൽക്കുന്ന വാർഡ് 1000 വോട്ടറുണ്ട്. 1000-ൽ ഞാൻ ഏറ്റവും നന്നായി പരിചയമുള്ള ഒരാളായിരിക്കും ചിലപ്പോൾ മറ്റു മുന്നണീൻ്റെ സ്ഥാനാർത്ഥി. എന്നാൽ വോട്ട് അങ്ങോട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് പ്രാദേശിക ബന്ധത്തിൻ്റെ ഭാഗമായി വോട്ട് ചെയ്യുന്നവരുണ്ട്. അത് ഭരണവിരുദ്ധ വികാരമല്ല. അതല്ലെങ്കിൽ എൻ്റെ പഞ്ചായത്തിൻ്റെ ഭരണം മോശമാണ്, അതുകൊണ്ട് വോട്ട് ഇത്തവണ മറ്റൊരു ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യുന്നവരുണ്ടാകാം. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ ദേശീയ രാഷ്ട്രീയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രോപ്പറായി സംസ്ഥാനത്തെ ഭരണം, രാഷ്ട്രീയം ഇതൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. 2005 തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽക്ക് മാത്രം ഞാൻ പറയാം. 2005, 2010, 2015, 2020 ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ഈ 4 നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വോട്ടും ഇടതുപക്ഷത്തിന് കൂടി, സീറ്റും കൂടി. അത് ഇത്തവണയും കൂടും. അത് യാഥാർത്ഥ്യമാണ്. അത് എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് എടുത്തു നോക്കിയാൽ പരിശോധിച്ചാൽ കാണാം. എല്ലാ മണ്ഡലങ്ങളിലും അത് കൂടും. അത് വലിയ നിലയിൽ കൂടി വരും. കഴിഞ്ഞ തവണ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ 10,000 ജില്ലാ വോട്ട് ലീഡേ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ളൂ. നിയമസഭ മാസങ്ങൾ കഴിഞ്ഞ് നടന്നപ്പോൾ 28,000 വോട്ടിൻ്റെ ലീഡാണ്. ഒരേ മനുഷ്യരാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ പൊതുവേ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭരണം അതൊരു പ്രധാന ഘടകമാണ്. ഭരണത്തിൻ്റെ ഭാഗമായി LDFൻ്റെ ഭരണമാണ് നല്ലത്. MLAമാർ അത് മികച്ച MLA ആണ്, അതുകൊണ്ട് വോട്ട് LDFനാണ്, ഈ MLAക്ക് തന്നെയാണ് ഇന്ന് ചിന്തിക്കുന്ന ജനങ്ങളുണ്ട്. പിന്നെ രാഷ്ട്രീയ സാഹചര്യം പ്രധാന ഘടകമാണ്. രാഷ്ട്രീയ സാഹചര്യം പൊതുവേ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മികച്ച റിസൾട്ട് പൊതുവേ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുണ്ടാവും. BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പല മണ്ഡലങ്ങളിലും അവർ A ക്ലാസ് മണ്ഡലം എന്ന് കണക്കാക്കിക്കൊണ്ട് സ്ഥാനാർത്ഥികളൊക്കെ ഇറക്കുന്നു. ഇപ്പോൾ നേമം പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാകുമെന്നാണ് അവർ തന്നെ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് BJPയുടെ ഒരു വളർച്ചയെ അല്ലെങ്കിൽ ഒരു പ്രകടനത്തെ കാണാൻ പോകുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ BJPക്ക് കഴിയും കേരളത്തിലെന്ന് തോന്നുന്നുണ്ടോ? BJP എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് പറയാറുണ്ട്. ഏതെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഇത്തവണ ഞങ്ങൾ കൂടുതൽ സീറ്റ് നേടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ BJP ഒരു ട്രെൻഡ് വരുന്നു എന്ന് പറയാതെ പോയിട്ടുണ്ടോ? ഇല്ല. അതെല്ലാ കാലത്തും ഉണ്ട്. അതുപോലെ കാലത്തും പറയുന്നു. പക്ഷേ കേരളത്തിൽ പൊതുവേ BJPയോ അല്ലെ മറ്റു മതവർഗീയ പ്രസ്ഥാനങ്ങളോ മുന്നോട്ട് വലിയ നിലയിൽ കുതിക്കുന്ന സ്ഥിതി ഉണ്ടാവില്ല. കേരളം മതനിരപേക്ഷമായി ചിന്തിക്കുന്ന നാടാണ്. അത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. അവർ അത് നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷം തന്നെ കേരളത്തിൽ തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കോൺഗ്രസ് വന്നതുകൊണ്ട് എന്ത് കാര്യം? കർണാടകയിൽ കോൺഗ്രസ് വന്നതുകൊണ്ട് എന്ത് കാര്യം ഉണ്ടായത്? BJP നയങ്ങളല്ലേ നടപ്പിലാക്കുന്നത്. ബുൾഡോസർ കൊണ്ട് BJP 2000 വീട് പൊളിക്കുകയാണെങ്കിൽ കോൺഗ്രസ് 2500 പൊളിക്കുന്നു. സിലബസുകളിൽ വിഷം ചീറ്റുന്ന കാര്യങ്ങൾ കുത്തിവെക്കുന്നു. കോൺഗ്രസും അതിന് സമാനമായി പലതും ചെയ്യുന്നു. പിന്നെ എന്താ ഗുണം? വാചക കസർത്തല്ല മതനിരപേക്ഷത, അത് പ്രായോഗികമായി നടപ്പിലാക്കലാണ്. പൗരത്വ നിയമം നടപ്പിലാക്കില്ല എന്ന് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച ഇടതുപക്ഷമാണ്. പൗരത്വ രജിസ്റ്റർ ഈ സംസ്ഥാനത്ത് ഉണ്ടാകില്ല, അനുവദിക്കില്ല എന്ന് വിജ്ഞാപനം ഇറക്കിയ ഗവൺമെൻറ് LDF ഗവൺമെൻറ്റാണ്. നേറ്റിവിറ്റി കാർഡ് കേരളത്തിൽ നടപ്പിലാക്കിയതുപോലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ടോ? അത് വാചക കസർത്തല്ല, അത് നിലപാടാണ്. അത് പ്രായോഗികമായി നടപ്പിലാക്കുന്നതാണ്. കോൺഗ്രസ്സിനത് പറ്റില്ല. അപ്പം അതുകൊണ്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ BJPക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് ചിന്തിക്കുന്നവരാണ്
കേരളത്തിലെ ജനങ്ങൾ. വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ജി സുധാകരൻ്റെ മുതിർന്ന നേതാവിൻ്റെ പരിഭവമാണ്. ഒരുപക്ഷേ മുൻ പൊതുമരാമത്ത് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പരിഭവം, അദ്ദേഹത്തെ പാർട്ടി അവഗണിക്കുന്നു, പല പരിപാടികൾക്കും വിളിക്കുന്നില്ല, 5 വർഷമായി ഒരു പാർട്ടി പരിപാടിയിൽ പോലും എന്നെ വിളിച്ചില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പരിഭവം. അത്തരം മുതിർന്ന നേതാക്കളെ അങ്ങനെ കൂടെ ചേർത്ത് നിർത്തേണ്ടതല്ലേ? ഒരു പരിഭവത്തിന് പോലും ഇട കൊടുക്കേണ്ടതാണോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് പാർട്ടിയുടെ സ്റ്റാൻഡ്. പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി ഇന്നും പറഞ്ഞിട്ടുണ്ട് വയനാട്ടിൽ വെച്ച്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, പോളിറ്റ് ബ്യൂറോ മെമ്പർ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അവിടെ അദ്ദേഹം ചില പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട്. പക്ഷേ പൊതുവെ അദ്ദേഹം നൽകിയ സംഭാവനയെ അതേ അർത്ഥത്തിൽ കാണുന്നവരാണ് ഞങ്ങളെല്ലാവരും. അതിലൊന്നും വേറെ തർക്കമില്ല. താങ്കൾ ഈ അദ്ദേഹവും വേറെ വ്യത്യസ്തമായ ഒരു നിലപാട് കൈക്കൊള്ളുമെന്ന് കരുതുന്നില്ല. മറ്റു കാര്യങ്ങൾ എനിക്കറിയില്ല. പാലത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് താങ്കൾ സംസാരിച്ചിരുന്നല്ലോ അല്ലേ? അതെ, ഞാൻ ഈ പാലത്തിൻ്റെ ഡേറ്റ് കിട്ടിയ സമയത്ത് തന്നെ നമുക്കറിയാം 2016 മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇത്തരം ഒരു തീരുമാനം കൈക്കൊള്ളുന്ന ഘട്ടത്തിലാണ്. അന്ന് ഡോക്ടർ തോമസ് ഐസക്കാണ് ധനകാര്യമന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരനാണ്. അപ്പോൾ ഈ ഡേറ്റ് കിട്ടിയപാടെ ഞാൻ ശ്രീ ജി സുധാകരന് ഫോൺ ചെയ്തു സംസാരിച്ചിരുന്നു. പാല ഉദ്ഘാടനത്തിന് വേണ്ടി പോകുന്ന ഇന്നും രാവിലെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, വരാൻ പറ്റില്ല, പക്ഷേ എല്ലാ പിന്തുണയുണ്ട്. ഞാൻ പല ഘട്ടങ്ങളിലും ഇത്തരം സമീപനം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് നമ്മൾ അങ്ങനെയാണല്ലോ സ്വീകരിക്കേണ്ടത്. നമ്മളെക്കാൾ ഒരുപാട് മുതിർന്ന ആളുകളാണ്, ഒരുപാട് അനുഭവമുള്ളവരാണ്, ഒരുപാട് സംഭാവനകൾ പാർട്ടിക്കും ജനങ്ങൾക്കൊക്കെ നൽകിയ ആളുകളാണ്. അവരെ എല്ലാ നിലയിലും നമ്മൾ ബഹുമാനിക്കണമല്ലോ, എല്ലാ നിലയിലും ബഹുമാനിച്ച് പോകണം. അദ്ദേഹവും സഖാവും പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ നിലകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക. ഏറ്റവും ഒടുവിൽ ചോദിക്കുമ്പോൾ, തുടർഭരണം ഉറപ്പിക്കുമ്പോൾ ആര് നയിക്കും, മുഖ്യമന്ത്രി ആരാകും, ക്യാപ്റ്റൻ തന്നെയാണോ, പിണറായി വിജയൻ തന്നെയാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അല്ല, അതൊക്കെ വോട്ടെണ്ണിയതിന് ശേഷം പറയേണ്ട കാര്യമാണ്. LDFൻ്റെ ഭരണം ഉണ്ടാകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. മൂന്നാമതും LDFൻ്റെ ഭരണം ഉണ്ടാവും. എന്തെങ്കിലും അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. ജനങ്ങളുടെ പൾസ്, ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി പറയുന്നതാണ്. ഇടതുപക്ഷ സർക്കാർ ഉണ്ടാവും. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനമായിട്ട്. വളരെ നന്ദി ശ്രീ മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് പോഡ്കാസ്റ്റിൽ ചേർന്നത്.